2026 ശേഷം നടക്കുന്ന ആദ്യത്തെ സെൻസസ് പ്രകാരം ഇത് ഫ്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇത് തുടരാനാണ് തീരുമാനമെങ്കിൽ, സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ, ഇത് ഫ്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ 2031 ഈ പറയുന്ന 848 സീറ്റ് വരും. 848 സീറ്റ് വന്നാൽ തെക്കേ ഇന്ത്യയുടെ ആകെയുള്ള പ്രാതിനിധ്യം 169 ആയിരിക്കും. എത്ര തുച്ഛമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വോയിസിന് എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടാവുമോ എന്ന് മാത്രവുമല്ല, രാഷ്ട്രീയമായി നോർത്ത് ഇന്ത്യയിൽ സ്വാധീനമുള്ള, അതിൽ തന്നെ 4 or 5 സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിക്ക് എക്കാലവും രാജ്യം ഭരിക്കാൻ പറ്റുന്ന സുഗമമായ ഒരു സംവിധാനവും ഇതുവഴി രൂപപ്പെടും എന്നുള്ളതാണ്. ഞാൻ ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഈ ആശങ്ക മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അതിനെ ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. നമ്മളെല്ലാവരും ഗൗരവത്തോടെ കാണണം. കാരണം വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ ഭാഗമായിരിക്കുമ്പോഴും ആ രാജ്യത്തിൻ്റെ പരമാധികാരം തീരുമാനിക്കുന്നതിൽ നമുക്കുള്ള പ്രാതിനിധ്യവും ആനുപാതികമായ അവകാശങ്ങളും പങ്കാളിത്തവും ഒക്കെ ഉറപ്പാക്കാനുള്ള ബാധ്യത ഒരു ജനത എന്ന നിലയ്ക്ക് നമുക്കുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ട് നിലപാടെടുക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ തെക്കേ ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന, ഒറ്റക്കെട്ടായി മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ഗൗരവമുള്ളത് തന്നെയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ആ അർത്ഥത്തിൽ ഈ പോരാട്ടത്തെ ഞാൻ അനുകൂലമായി കാണുന്നു. ഈ പോരാട്ടത്തെ ഞാൻ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു.